നമസ്കാരം. വീണ്ടും കൂട്ടക്കുരുതി ഗാസയിൽ നടക്കുകയാണ്. വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഗാസയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണങ്ങളിൽ 300-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് വിവരം. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. മധ്യ ഗാസയിൽ ദെയിർ അൽ ബലായി, ഗാസ സിറ്റി, ഖാൻ യൂനിസ്, റഫ എന്നിവിടങ്ങളിലാണ് വ്യോമാക്രമണം നടന്നത്. നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിതെന്ന് എടുത്തു പറയണം. 3 ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നായിരുന്നു കരാർ. ഇതിനു പിന്നാലെയാണ് മേഖലയെ അശാന്തമാക്കി ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം നടന്നത്. മധ്യ ദെയിർ അൽ ബലായിയിൽ 3 വീടുകൾക്കും ഗാസ സിറ്റിയിലെ ഒരു കെട്ടിടത്തിനും ഖാൻ യൂനിസിലും റാഫയിലും ആക്രമണങ്ങൾ നടന്നു. ആക്രമണങ്ങൾ കടുപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. ആക്രമണം പുനരാരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണങ്ങൾ നടന്നുവെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് ആവർത്തിച്ച് വിസമ്മതിച്ചതിനും US പ്രസിഡൻഷ്യൽ ദൂതൻ സ്റ്റീവ് വിറ്റ്കഫിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിച്ചതിനുമാണ് നിലവിൽ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇസ്രായേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ തുടരുമ്പോൾ ഗാസ മുനമ്പിൽ പൊലിയുന്നത് സാധാരണക്കാരുടെ കൂടി ജീവനാണെന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ എന്ത് തെറ്റ് ചെയ്തു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇസ്രായേൽ ഇനി ഹമാസിനെതിരെ വർദ്ധിച്ച സൈനിക ശക്തിയോടെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് വിവരം. എന്നാൽ നിലവിലെ സാഹചര്യത്തിന് നെതന്യാഹു ആണ് കാരണമെന്നാണ് ഹമാസ് പറയുന്നത്. കരാർ ലംഘിച്ചതിനും അട്ടിമറിച്ചതിനും നെതന്യാഹുവിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നാണ് ഹമാസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടാൻ ഇസ്രായേൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കരാറിന്റെ 2ാം ഘട്ടം നടപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ അമേരിക്കൻ ഇസ്രായേൽ സൈനികൻ എഡാൻ അലക്സാണ്ടറെയും ബന്ദികളുടെ 4 മൃതദേഹങ്ങളും വിട്ടയക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇതുവരെയും ധാരണയിലെത്താൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഇരുഭാഗവും തുടരുകയാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി ഏകദേശം 1200 പേരെ കൊന്നൊടുക്കിയതോടെയാണ് മേഖലയിൽ യുദ്ധം തുടങ്ങിയത്. 47,000-ഓളം പാലസ്തീനികൾക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി എന്നാണ് കണക്കുകൾ. ലക്ഷക്കണക്കിന് പേർക്ക് വീടും ജോലിയും ജീവിതവും എല്ലാം ഇല്ലാതായി. ഗാസ വീണ്ടും അശാന്തിയിലേക്കാണ് നീങ്ങുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.